എൻ്റെ ടോപ്പിക് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലൈറ്റ് ശേഖരണം അല്ലെങ്കിൽ ലൈറ്റ് ശേഖരണ ശേഷിയാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. നമ്മളിതിൽ സ്നെൽസ് ലോ യൂസ് ചെയ്യുന്നുണ്ട്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫിഗറിൽ μ0 sin θ1 ഈക്വൽ ടു μ1 sin θ2. ഇത് ഇക്വേഷൻ നമ്പർ 1. ഈ θ2 + 5 ഈക്വൽ ടു π/2. അപ്പോൾ θ2 എന്ന് പറയുന്നത് π/2 - 5. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0 sin θ1 ഈക്വൽ ടു μ1 sin π/2 - 5. sin π/2 - 5 എന്ന് പറയുന്നത് cos 5 ആണ്. അപ്പോൾ μ0 sin 5 ഈക്വൽ ടു μ1 cos 5. ഇനി നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് sin സ്ക്വയർ θ + cos സ്ക്വയർ θ1 ആണെന്ന് അറിയാം. അപ്പോൾ cos θ ഈക്വൽ ടു √1 - sin സ്ക്വയർ θ. അത് നമുക്ക് എഴുതാം μ0 sin θ1 ഈക്വൽ ടു μ1 √1 - sin സ്ക്വയർ θ. ഇക്വേഷൻ നമ്പർ 3. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 5C ആണ്. അപ്പോൾ sin 5C ഈക്വൽ ടു μ2/μ1. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0 sin θ1 ഈക്വൽ ടു μ1 √1 - μ2/μ1 ഹോൾ സ്ക്വയർ. ഈ ഭാഗം നമ്മൾ LCM എടുക്കുമ്പോൾ μ0 sin θ1 ഈക്വൽ ടു μ1 √μ1 സ്ക്വയർ - μ2 സ്ക്വയർ/μ1 എന്നിട്ട് ഇതിൽ μ1 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ μ0 sin θ1 ഈക്വൽ ടു √μ1 സ്ക്വയർ - μ2 സ്ക്വയർ എന്ന് വരും. ഇതിൽ μ0 എന്ന് പറയുന്ന ടേം 1 ആയിക്കഴിഞ്ഞാൽ ബാക്കി തരും sin θ1 ഈക്വൽ ടു μ1 സ്ക്വയർ - μ2 സ്ക്വയർ എന്ന് വരും. ഇതിലേക്ക് അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ഇക്വേഷൻസ്, അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് √μ1 സ്ക്വയർ - μ2 സ്ക്വയർ. ഇനി ഇതിൽ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? μ1 - μ2/μ1 ആണ്. ഡെൽറ്റ μ1 എന്ന് പറയുന്നത് എന്താണ്? μ1 - μ2. അത് നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ NA ഈക്വൽ ടു sin θ1 ഈക്വൽ ടു √μ1 സ്ക്വയർ - μ2 സ്ക്വയർ. √μ1 - μ2 ഇൻറ്റു μ1 + μ2. നമുക്ക് എഴുതാൻ പറ്റും √ഡെൽറ്റ μ1 ഇൻറ്റു 2μ1. This formula will change to square root μ1 √2 delta equal to numerical aperture. μ1 equal to refractive index of corum, μ2 is equal to refractive index of medium, delta equal to. Okay, next topic graded index fiber or green fiber ആണ്. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിലൊക്കെയാണ്. ഫസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന് ഒരു കോർ ഉണ്ട്. ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഉള്ള കോൺസെൻട്രിക് ലെയേഴ്സാണ് അതിനുള്ളത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പോയിൻറ്റ്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫൈബർ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് വാരി ചെയ്യും. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഹൈ വാല്യൂ സെൻറ്ററിലായിരിക്കും. ആക്സിസിൽ നിന്ന് റേഡിയൽ ഡിസ്റ്റൻസ് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ കുറയും. സെക്കൻഡ് പോയിൻറ്റ്, അങ്ങനെ ഒരു ഫൈബറിൽ ലൈറ്റ് എപ്പോഴും ഫൈബറിൻ്റെ ഉള്ളിൽ ആക്സിസിന് എലോങ് ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുക. അത് ആക്സിസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയാലും കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ കാരണം ഫൈബറിൻ്റെ ആക്സിസിന് എലോങ് ആയിട്ട് അത് വരും. ഇതിന് കാരണം സർഫസിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നതാണ്. അതിനാൽ ഫൈബറിലൂടെ ട്രാവൽ ചെയ്യുന്ന എല്ലാ റേസും ഓൾമോസ്റ്റ് സെയിം ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ്. തേർഡ് പോയിൻറ്റ്, ഗ്രീൻ ഫൈബേഴ്സിൻ്റെ കേസിൽ ആക്സിസിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് അക്സെപ്റ്റൻസ് ആംഗിളും ന്യൂമറിക്കൽ അപ്പർച്ചറും കുറയുന്നു. ഫോർത്ത് പോയിൻറ്റ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ സെയിം സൈസ് തന്നെയായിരിക്കും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനും. ഫിഫ്ത്ത് പോയിൻറ്റ്, പക്ഷേ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ മാനുഫാക്ചർ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും.
6 പോയിൻറ്റ് ഗ്രീൻ ഫൈബറിൻ്റെ എഫക്റ്റീവ് അക്സെപ്റ്റൻസ് ആംഗിൾ ഇക്വിവാലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനേക്കാൾ കുറവായിരിക്കും. ഇത് ലൈറ്റ് സോഴ്സിലേക്കുള്ള ഫൈബർ കപ്ലിംഗ് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. അതർവൈസ് നമുക്ക് പറയാം ഗ്രീൻ ഫൈബറിന് ലൈറ്റ് കപ്ലിംഗ് എഫിഷ്യൻസി കുറവായിരിക്കും. താങ്ക് യു. Pulse dispersion in optical fiber. Introduction. Nowadays we use digital communication system. While communicating there are three factors: transmitter, medium and receiver. Currently നമ്മൾ കൂടുതലായി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷന് ഒരു സെൻഡർ വേണം, റിസീവർ വേണം, നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം. The information to be sent is first coded in the form of pulses. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആദ്യം കോഡാവുന്നത് പൾസിൻ്റെ രൂപത്തിലാണ്. ദീസ് പൾസ് ആർ ട്രാൻസ്മിറ്റഡ് ടു റിസീവർ ത്രൂ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഈ പൾസ് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് കൺസിഡേർഡ് ആസ് ദ ഹാർട്ട് ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ഒരു ഹാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിനെയാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ദ ലൈറ്റ് പൾസ് വിച്ച് ഈസ് ലോഡഡ് വിത്ത് ഇൻഫർമേഷൻ ട്രാവൽ ത്രൂ ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി നമുക്ക് നോക്കാം ഇൻഫർമേഷനോടുകൂടി ഒരു പൾസ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് എന്താ സംഭവിക്കുന്നതെന്ന്. ഡ്യൂ ടു വേരിയസ് പ്രൊപ്പഗേഷൻ ഫിനോമിന the pulse of light, which is the signal, become wider as it travel along the fiber. Various propagation phenomena കാരണം പൾസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ സിഗ്നൽ അത് ട്രാവൽ ചെയ്യുന്തോറും വൈഡറായി മാറും. Definition. The broadening of transmitted light pulse take place as the light ray move along the optical fiber. This broadening of light pulse is known as dispersion. ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് പൾസ് ബ്രോഡനിങ് ആയി മാറുക. ആ ബ്രോഡനിങ് ഓഫ് ലൈറ്റ് പൾസിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ് ഓഫ് ടൈം. നമ്മൾ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നത് നാനോ സെക്കൻഡ് അല്ലെങ്കിൽ പൈക്കോ സെക്കൻഡ്സിലാണ്. ഡിസ്പേർഷൻ ഓഫ് ഫൈബർ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെങ്ത്. ഒരു ഫൈബറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിലുണ്ടാകുന്ന ഡിസ്പേർഷൻ. ലോങ്ങർ ഫൈബർ ആണെങ്കിൽ ബ്രോഡനിങ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ലാർജർ ഡിസ്പേർഷൻ ആയിരിക്കും. Intermodal dispersion. When we consider multimode fiber, numerous modes are propagated. നമ്മൾ മൾട്ടിമോഡ് ഫൈബർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ന്യൂമറസ് മോഡ്സ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ഫോർ എ ഗിവൺ ലെങ്ത് ഓഫ് ഫൈബർ ഡിഫറെൻറ്റ് വേവ് ടേക്ക് ഡിഫറെൻറ്റ് ടൈം ടു പ്രൊപ്പഗേറ്റ് ത്രൂ ഇറ്റ്. നമുക്കറിയാം ഡിഫറെൻറ്റ് വേവ്സിന് ഡിഫറെൻറ്റ് ടൈം എടുക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് വേവ്സിന് ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും, അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ടൈം എടുക്കുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. As a result, what happens is some parts of the wave arrive at the output first. അങ്ങനെ സംഭവിക്കുമ്പോൾ ഔട്ട്പുട്ടിലേക്ക് ആദ്യം ചില വേവ്സ് ആദ്യം എത്തും, ചിലത് അതിന് ശേഷം എത്തും. ദിസ് ലീഡ്സ് ടു സ്പ്രെഡ് ഓഫ് ഇൻപുട്ട് പൾസ്. ഇതെന്തെന്ന് വെച്ചാൽ ഇതിന് സ്പ്രെഡ് ആവാൻ കാരണമാവും. ദിസ് ഈസ് നോൺ ആസ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ. നെക്സ്റ്റ്, intramodal dispersion. As we know, a light source have different range of wavelength. നമുക്കറിയാം ലൈറ്റ് സോഴ്സിന് ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആണുള്ളത്. When we send such a light pulse through a fiber, due to intrinsic property of the material of the fiber, different wavelength take different amount of time to travel along the same path. ഒരു ലൈറ്റ് പൾസ് ഒരു ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഡ്യൂ ടു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഓഫ് ലൈറ്റ്, ആ ഫൈബറിൻ്റെ മെറ്റീരിയലിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി കാരണം ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ടൈം എടുത്തിട്ടാണ് അതേ പാത്തിലൂടെ ട്രാവൽ ചെയ്യുക. ദ വേവ് വിത്ത് ഷോർട്ടർ വേവ് ലെങ്ത് ട്രാവൽ സ്ലോവർ ദാൻ ദാറ്റ് ഓഫ് ലാർജർ. വേവ് ലെങ്ത് ഷോർട്ടറായ വേവ്സ് പതുക്കെയും ലാർജറായത് വേഗവും മൂവ് ചെയ്യും. ആസ് എ റിസൾട്ട്, വെൻ ദ വേവ് ട്രാവൽ ഡൗൺ ദ ഫൈബർ, നാരോ പൾസസ് ഓഫ് ലൈറ്റ് ടെൻഡ് ടു ബ്രോഡൻ. അങ്ങനെ സംഭവിക്കും. അതിൻ്റെ റിസൾട്ടായിട്ട് വേവ്സ് ഫൈബറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നാരോ പൾസ് ഓഫ് ലൈറ്റ് ബ്രോഡൻ ആവാൻ തുടങ്ങും. ദിസ് ഈസ് നോൺ ആസ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ.
ആൻഡ് ഓൾസോ നോൺ ആസ് മെറ്റീരിയൽ ഡിസ്പേർഷൻ. ഇതിന് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ എന്നും വിളിക്കും, മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്നും പറയും. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബോത്ത് സിംഗിൾ ആൻഡ് മൾട്ടിമോഡ് ഫൈബർ. ഇത് മൾട്ടിമോഡ് ഫൈബേഴ്സിലും സിംഗിൾ ഫൈബേഴ്സിലും നടക്കും. നെക്സ്റ്റ്, വേവ് ഗൈഡ് ഡിസ്പേർഷൻ. The refractive index of any mode varies with the wavelength. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷൻ കാരണം വേവ് ലെങ്ത്തിലും മാറ്റം വരും. വേവ് ലെങ്ത്തും വെലോസിറ്റിയും പ്രൊപ്പോർഷനേറ്റ് ആണ്. ആസ് എ റിസൾട്ട് ഇറ്റ് കോസ് പൾസ് സ്പ്രെഡിങ്. ഇത് കാരണം പൾസ് സ്പ്രെഡിങ് ആവാൻ കാരണമാവും. ദിസ് ഈസ് നോൺ ആസ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ. ഇതിനെ വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് വിളിക്കും. ഈ വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന നെയിം വരാൻ കാരണം അതിൻ്റെ ഗൈഡിങ് പ്രോപ്പർട്ടി, ആ ഫൈബറിൻ്റെ ഗൈഡിങ് പ്രോപ്പർട്ടി കാരണമാണ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് വരാൻ കാരണം. ഇറ്റ് ഒക്കേഴ്സ് ഇൻ സിംഗിൾ ആൻഡ് മൾട്ടിമോഡ് ഫൈബേഴ്സ്. ഇത് സിംഗിൾ ഫൈബേഴ്സ് നടക്കും, മൾട്ടിമോഡ് ഫൈബേഴ്സിൽ നടക്കും. ഒപ്റ്റിക്കൽ ഫൈബർ with a large numerical aperture can have large number of modes leading to larger dispersion. ലാർജ് ന്യൂമറിക്കൽ അപ്പർച്ചറുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് ഡിസ്പേർഷൻ കൂടുതലായിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടി ലോ NB ഫൈബേഴ്സ് ആൻഡ് എ നാരോ സ്പെക്ട്രൽ വിഡ്ത്ത് ഇത് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. അനദർ വേ ടു റെഡ്യൂസ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ ഈസ് ടു യൂസ് ഗ്രീൻ ഫൈബേഴ്സ്, ബട്ട് ദിസ് ഈസ് മോർ എക്സ്പെൻസീവ്. ഇനിയൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഡിസ്പേർഷൻ കുറയ്ക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രീൻ ഫൈബർ ഉപയോഗിക്കും. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. താങ്ക് യു.